വെൽക്കം ബാക്ക് കൂട്ടുകാരെ. ഞാൻ ഇന്നൊരു അറബിക് ഡിഷ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. സ്പൈസി ഫ്ലേവർഫുൾ ആയിട്ടുള്ള മത്ഹൂദ്. നല്ല മസാലയിൽ വന്ന ജ്യൂസി ചിക്കനും റൈസും എത്ര കഴിച്ചാലും മതി വരില്ല. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തണേ. ഇത്തരം റെസിപ്പീസിനായി ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കൂടെ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തണേ. ഇത്തരം പുതിയ റെസിപ്പികൾ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്, അപ്പൊ അതുകൂടി ഒന്ന് കണ്ടു നോക്കണേ. അപ്പൊ അടിപൊളി മത്ഹൂദ് റെസിപ്പി നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. ഇവിടെ നല്ല മഴയായിരുന്നു. മഴയും മത്ഹൂദും പൊളി. ആദ്യം തന്നെ വലിയൊരു സവാള കനം കുറച്ച് ചതുരത്തിൽ അരിഞ്ഞെടുക്കാം. ഇതിനെ ഒരു പാത്രത്തിലാക്കി മാറ്റി വെക്കാം. ഇനി ഒരു വലിയ തക്കാളി എടുത്ത് അതും ഇതേപോലെ ചതുരത്തിൽ കനം കുറച്ച് അരിഞ്ഞെടുക്കാം. ഒരു കുഞ്ഞു തക്കാളി അരച്ചും കൂടി വെക്കണേ. ഇനി ഒരു 3-4 അല്ലി വെളുത്തുള്ളി എടുക്കാം. എന്നിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഒരു വലിയ ക്യാരറ്റ് കൂടി ചോപ്പ് ചെയ്ത് വെക്കാം. ഒരു പ്രഷർ കുക്കറോ അടികട്ടയുള്ള പാത്രമോ എടുക്കുക. എന്നിട്ട് 1-2 ടേബിൾ സ്പൂൺ നെയ്യ് നന്നായിട്ട് ചൂടാക്കി എടുക്കാം. ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് നല്ല ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നവരെ വഴറ്റുക. നമ്മുടെ സവാള നല്ല ഗോൾഡൻ ബ്രൗൺ നിറമായിട്ടുണ്ട്. ഒരു ടീസ്പൂൺ കുരുമുളക്, ഗാർലിക്, 4 ഏലക്ക, ഒരു വലിയ സിനമൺ സ്റ്റിക്ക്, 2 ഗ്രാമ്പൂ, ഒരു ബേ ലീഫ് ഇത്രയും ആഡ് ചെയ്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളിയും പിന്നെ പേസ്റ്റ് ആക്കി വെച്ചിരിക്കുന്ന ഒരു ചെറിയ തക്കാളിയും കൂടി ആഡ് ചെയ്യാം. തക്കാളി നന്നായിട്ട് വഴണ്ട് നന്നായിട്ട് ഉടഞ്ഞു കിട്ടണം. തക്കാളി നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഞാന് ചിക്കന്റെ 2 തൈ പീസ് ആണ് എടുത്തിരിക്കുന്നത്. അത് ഈ മസാലക്കൂടിലേക്ക് ആഡ് ചെയ്യാം. എന്നിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് വിസിലില്ലാതെ ഒരു 3-4 മിനിറ്റ് ആവി കയറ്റാം. ഇനി 1.5 കപ്പ് വെള്ളം കൂടി ആഡ് ചെയ്ത് ചൂടായി വരുമ്പോഴേക്കും ക്യാരറ്റ് കൊത്തി എരിഞ്ഞെടുക്കാം. ഷ്രെഡ് ചെയ്ത ക്യാരറ്റ് കൂടി ഇനി ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇനി ഇതൊന്ന് മിക്സ് ആക്കിയിട്ട് ഒരു 3-4 വിസിൽ വരെ കേൾപ്പിക്കാം. ചിക്കൻ നന്നായിട്ട് വെന്ത് കിട്ടണം, ഒരുപാട് വെന്ത് പോകരുതേ. അപ്പൊ നമ്മുടെ ചിക്കൻ നന്നായിട്ട് വെന്ത് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ട് ഇന്നൊരു 1.5 കപ്പ് വെള്ളം എടുത്ത് ചോറ് വേവിക്കാം. അരമുറി നാരങ്ങ നീരും 1/2 ടീസ്പൂൺ നാരങ്ങ തൊലിയും ആഡ് ചെയ്യാം. വിസിലില്ലാതെ 15 മിനിറ്റ് നേരം വേവിക്കാം. ഇനി ആ നേരം കൊണ്ട് നമുക്ക് നമ്മുടെ ചിക്കനെ ഒന്ന് ചുട്ടെടുക്കാം.
ഫ്രൈ ഒന്നും ആക്കണ്ട, ചെറുതായിട്ടൊന്ന് ചുട്ടെടുത്താൽ മതി. റൈസും ചിക്കനും റെഡി ആയിട്ടുണ്ട്. ഒരു അടിപൊളി ഡിഷാണ്, നല്ല മണമൊക്കെ ഉണ്ട്. ഇതപ്പം നമുക്ക് ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ആൽമണ്ട്സ്, റേസിൻസ്, കശുവണ്ടിയൊക്കെ ചേർത്ത് നന്നായിട്ട് രുചികരമാക്കാം. വറുത്ത് ചേർത്താൽ മതിയേ. ഇതിന് ഞാൻ ഒരു സൈഡ് ഡിഷ് കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്, അതിന്റെ റെസിപ്പി പുറകെ വരുന്നുണ്ട്. അപ്പൊ see you with next video. Bye from Achu.